വരുന്ന ഉത്സവ സീസണുകളിലും വിവാഹ സീസണിലും ആവശ്യ വസ്തുക്കളുടെ വിലവർധനവ് തടയുന്നതിനായി വിപണിയിൽ കടുത്ത ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. സീസണൽ ആവശ്യകത കണക്കിലെടുത്ത് ബഫർ സ്റ്റോക്കിലുള്ള സവാള വിപണിയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിക്കാനുള്ള നടപടികൾ ഉപഭോക്തൃകാര്യ വകുപ്പ് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ സവാള ലഭ്യമാക്കും. നാഫഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ, സഫൽ തുടങ്ങിയ പൊതുമേഖലാ വിതരണ ശൃംഖലകളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയും മൊബൈൽ വാനുകൾ വഴിയുമാണ് ഈ വിലക്കുറവിൽ സവാള വിൽക്കുന്നത്. നിലവിൽ 35ലധികം കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകളും NCCF, നാഫഡ് എന്നിവയുടെ 100ഓളം മൊബൈൽ വാനുകളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വിപണിയിലെ വില നിലവാരവും ആവശ്യകതയും വിലയിരുത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വിൽപ്പന വ്യാപിപ്പിക്കും. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യകത കൂടുതലുള്ള നഗരങ്ങളിലേക്ക് വേഗത്തിൽ സവാള എത്തിക്കാൻ റെയിൽവേയും റോഡ് ഗതാഗതവും സമയോചിതമായി കോർത്തിണക്കിയിട്ടുള്ള ഹൈബ്രിഡ് വിതരണ ശൃംഖലയാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബഫർ സ്റ്റോക്ക് വൻതോതിൽ ചരക്ക് തീവണ്ടി വഴി എത്തിക്കുന്ന കാൻഡ എക്സ്പ്രസ് നാസിക്കിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ദില്ലിക്ക് പുറമെ ചെന്നൈ, എറണാകുളം, കൊൽക്കത്ത, ഗുവാഹത്തി, വാരണാസി, ലക്നൌ, പട്ന, ചണ്ഡീഗഡ് തുടങ്ങിയ പ്രധാന ഉപഭോഗ കേന്ദ്രങ്ങളിലേക്ക് റെയിൽ റോഡ് മാർഗങ്ങളിലൂടെ ചരക്കെത്തിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ വിജയം കണ്ട കാൻഡ എക്സ്പ്രസ് വഴി നിലവിൽ കൂടുതൽ നഗരങ്ങളിലേക്ക് അതിവേഗം സവാള എത്തിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ സവാള ലഭ്യതയിൽ നിലവിൽ ക്ഷാമമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. 2025-26 വർഷത്തിൽ രാജ്യത്തെ മൊത്തം സവാള ഉൽപാദനം 307.37 ലക്ഷം ടണ്ണാണ്. ഇത് മുൻവർഷത്തെ ഉൽപാദനത്തിന് സമാനമാണ്. വിലസ്ഥിരത ഉറപ്പാക്കാനുള്ള പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വഴി ബഫർ സ്റ്റോക്കിലേക്ക് 2 ലക്ഷം ടൺ റാബി സവാള സംഭരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ 1.21 ലക്ഷം ടൺ സവാള ഇതിനകം സംഭരിച്ചു കഴിഞ്ഞു. ഇത്തവണ ബഫർ സ്റ്റോക്കിന്റെ സംഭരണവും പരിപാലനവും കൂടുതൽ കാര്യക്ഷമമാക്കാൻ സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷനെയും സംഭരണ ഏജൻസിയായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗണേശ ചതുർത്ഥി, ദുർഗാപൂജ, ദീപാവലി തുടങ്ങിയ ആഘോഷവേളകളിൽ സാധാരണയായി സവാളയുടെ ആവശ്യകത കുത്തനെ ഉയരാറുണ്ട്. ഇത് മുതലെടുത്ത് ചില കേന്ദ്രങ്ങളിൽ കൃത്രിമ വിലക്കയറ്റത്തിന് സാധ്യതയുള്ളതിനാലാണ് മുൻകൂട്ടിയുള്ള ഈ ഇടപെടൽ. രാജ്യത്തുടനീളമുള്ള 579 കേന്ദ്രങ്ങളിൽ നിന്ന് സവാള ഉൾപ്പെടെ 41 ആവശ്യ വസ്തുക്കളുടെ ചില്ലറ മൊത്ത വ്യാപാര വില കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് ദിവസേന നിരീക്ഷിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 26 കണക്കനുസരിച്ച് രാജ്യത്തെ ശരാശരി ചില്ലറ സവാള വില കിലോയ്ക്ക് 37.87 രൂപയാണ്. തക്കാളി, ഉരുളക്കിഴങ്ങ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ ശരാശരി വില നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നും ഉപഭോക്താക്കൾക്ക് ന്യായവില ഉറപ്പാക്കാനും കർഷകർക്ക് അർഹമായ പ്രതിഫലം ലഭ്യമാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ അറിയിച്ചു.